ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. കൊളോസോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി എന്ത് കിട്ടും? സമാധാനം കിട്ടും. ഇവിടെ വചനത്തിൽ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഈ വചനമൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക്, വലിയ അത്ഭുതം നടക്കും. 2-ാമത്തെ വചനമാണ് റോമ 5:9. രക്തത്താൽ നീതീകരിക്കപ്പെടുകയാണ്. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് എത്ര വലിയ സമാധാനക്കേടും എത്ര വലിയ ക്രോധവും എത്ര വലിയ ബന്ധനവും മാറും ഈ 2 വചനങ്ങൾ, റോമ 5:9, കൊളോസോസ് 1.